Hi everyone, welcome back to Veranda Race YouTube channel. അപ്പോൾ നമ്മൾ SBA PO ക്ലർക്ക് ഫോക്കസ് ചെയ്തിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡിന്റെ സെക്ഷൻസ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് 9ാമത്തെ ക്ലാസ് ആയിട്ടാണ് ആപ്റ്റിറ്റ്യൂഡിന്റെ 9th ക്ലാസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം SBA PO ക്ലർക്ക് നോട്ടിഫിക്കേഷൻ വരാറായി അടുത്തെത്തി. നമുക്ക് കുറച്ച് പ്രിപ്പറേഷൻ ടൈംസേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും മോക്കടിക്കുകയും പ്രിപ്പയർ ചെയ്ത് തുടങ്ങുകയും എല്ലാം ചെയ്യുക. അപ്പോൾ നമുക്ക് സെക്ഷനിലോട്ട് പോകാം. ഓക്കെ, ആദ്യത്തെ ഒരു DI സെറ്റ് ആണ്. ഇത് എയുടെ വാല്യൂ ആണ്, ഇത് ബി, ഇത് സി, ഇത് ഡി, ഇത് ഇ ആണ്. എക്ക് 14%, ബിക്ക് 24%, എക്ക് 14%, then എക്ക് 14%, സിക്ക് 18%, ഡിക്ക് 20% ആൻഡ് ഇക്ക് 24% ആണ് തന്നിട്ടുള്ളത്. ഇതിൽ ഈ പൈ ചാർട്ടിൽ തന്നിട്ടുള്ളതെന്ന് പറയുന്നത് പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസിന്റെ റേഷ്യോ ആണ്, പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസിന്റെ പെർസെൻറ്റേജ് വാല്യൂ ആണ്. അതായത് 5 സ്കൂളിലുമുള്ള ABCDE എന്ന് പറയുന്ന 5 സ്കൂളിലുള്ള സ്റ്റുഡൻസിന്റെ പെർസെൻറ്റേജ് ഡിസ്ട്രിബ്യൂഷൻ ആണ് തന്നിട്ടുള്ളത്. ദെൻ ബാർ ഗ്രാഫിൽ തന്നിട്ടുള്ളതെന്ന് പറയുന്നത് പെർസെൻറ്റേജ് ഓഫ് ഗേൾസ് ഔട്ട് ഓഫ് ടോട്ടൽ സ്റ്റുഡൻസ് ഇൻ ഈച്ച് സ്കൂൾ. അപ്പോൾ ഇത് ടോട്ടൽ സ്റ്റുഡൻസ് ആണെങ്കിൽ ഇതിൽ നിന്ന് ഗേൾസിന്റെ പെർസെൻറ്റേജ് എത്ര എന്നുള്ളതാണ് ബാർ ഗ്രാഫിൽ തന്നിട്ടുള്ളത്. ദെൻ ഇതിൽ എക്ക് ഡേറ്റാസ് കാണുന്നില്ലെങ്കിൽ എന്നുള്ള രീതിക്കാണ് ഞാൻ എഴുതുന്നത്. എക്ക് 40% എന്ന് തന്നിട്ടുണ്ട്. ദെൻ ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് 55% ആണ്. സിയുടെ വാല്യൂ എന്ന് പറയുന്നത് 60% ആണ്. ഡിയുടെ വാല്യൂ എന്ന് പറയുന്നത് 75% ആണ്. ദെൻ ഇയുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് 25% എന്നാണ് തന്നിട്ടുള്ളത്. ഇത് ഗേൾസിന്റെ വാല്യൂ ആണ്. അപ്പൊ നമുക്ക് ഇനി ഒരു ടേബിൾ ഫോം ചെയ്യാം. ഇതിൽ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഒരു കോളവും, ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ദെൻ അതിൽ ഗേൾസിന്റെയും ബോയ്സിന്റെയും വാല്യൂ, ഗേൾസ് ബോയ്സ്. ദെൻ ഇതിൽ സ്കൂൾ അല്ലേ, ഓരോ സ്കൂളും A, B, C, D, E. ഓക്കെ, ഇത് സോൾവ് ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, ഇതിൽ ആദ്യം തന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമുക്കൊരു രണ്ട് പോയിന്റ്സ് തന്നിട്ടുണ്ട്. അതായത് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ 5 സ്കൂൾസ് ആർ 2500 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 5 സ്കൂളിലും കൂടെ ചേർത്തിട്ടുള്ള ടോട്ടൽ സ്റ്റുഡൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2500 ആണ്. അതായത് ഈ പൈ ചാർട്ടിലെ ഡിസ്ട്രിബ്യൂഷന്റെ സം, അതായത് ഓരോന്നും ABCD സ്കൂളിന് ഓരോ പെർസെൻറ്റേജ് ഓഫ് വാല്യൂ തന്നിട്ടുണ്ട്. ഇത് മൊത്തം ആഡ് ചെയ്ത് നമുക്ക് 100% കിട്ടുമല്ലേ. ആ 100% എന്ന് പറയുന്നതാണ് ഈ പറയുന്ന 2500 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 100 എന്ന് പറയുന്നതാണ് 2500. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എത്ര വരും? 25 എന്ന് വരും. ഇനി അതിന് താഴെ തന്നിട്ടുണ്ട് ദ ടോട്ടൽ സ്റ്റുഡൻസ് ഇൻ എനി സ്കൂൾ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ബോയ്സ് പ്ലസ് നമ്പർ ഓഫ് ഗേൾസ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സ്കൂളിലെ ടോട്ടൽ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബോയ്സും നമ്പർ ഓഫ് ഗേൾസും ആണ് എന്നുള്ളതും തന്നിട്ടുണ്ട്. നമ്മൾ എഴുതി ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, അതിൽ നിന്ന് ഗേൾസിന്റെ ഡിസ്ട്രിബ്യൂഷൻ, ബോയ്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ, ടൈപ്പ് ഓഫ് സ്കൂൾസും എഴുതി. അപ്പോൾ ഇപ്പോൾ ടോട്ടൽ 2500 സ്റ്റുഡൻസ് ഉണ്ട്. സ്കൂൾ എയിൽ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണ്? സ്കൂൾ എയിലെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 14% ആണ്. അപ്പോൾ ഒരു പെർസെൻറ്റേജ് 25 ആണെങ്കിൽ 14% നമ്മൾ എങ്ങനെ എടുക്കും? 14 × 25 ചെയ്യുമല്ലേ. അപ്പോൾ × 25 ചെയ്യാൻ നമുക്കൊരു എളുപ്പ വഴിയുണ്ട്. എന്താ? 1400 ഇട്ടിട്ട് ഡിവൈഡഡ് ബൈ 4 ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എത്ര കിട്ടും? 3 ടൈംസ് ആകുമ്പം 12 കിട്ടും. ദെൻ 25 ടൈംസ് 0. അപ്പോൾ 350 ആണ് സ്കൂൾ എയിലെ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ദെൻ അതിന് താഴെ ബി 24% എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്ര ചെയ്യണം? × 25 ചെയ്യണം. അപ്പോൾ 24 ഒരു 00 ഇട്ട് കൊടുക്കണം, ഡിവൈഡഡ് ബൈ 4 ചെയ്യണം. അങ്ങനെയാണെങ്കിൽ 600 ആണ് നമ്മൾ സ്കൂൾ ബിയിലെ ടോട്ടൽ സ്റ്റുഡൻസ്. ദെൻ സ്കൂൾ സി എടുക്കുവാണെങ്കിൽ 18%, സെയിം 18 00 ഇട്ട് കൊടുക്കണം, ഡിവൈഡഡ് ബൈ 4 ചെയ്യണം. അങ്ങനെയാണെങ്കിൽ 4 ടൈംസ് 16 വരും. ദെൻ 25 ടൈംസ് 0. അപ്പോൾ 450 ആണ് സ്കൂൾ സിയിലെ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ദെൻ അതുപോലെ സ്കൂൾ ഡിയിൽ 20% എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ സ്കൂൾ ഡിയിലെ 20% എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ സ്കൂൾ ഡിയിൽ നമുക്ക് 20 then 00 ഇട്ട് കൊടുത്ത് ഡിവൈഡ് ബൈ 4 ചെയ്യണം. ഓർ 20/4 ചെയ്യുമ്പോൾ 5 ആണ്.
5 ഒരു 00 ഇട്ട് കൊടുക്കുക. ദെൻ സ്കൂൾ ഇ അല്ലേ, സ്കൂൾ ഇയിൽ 24% ആണ്, ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പം 6 ആണ്, ദെൻ ഒരു 00 ഇട്ട് കൊടുക്കും. അപ്പോൾ ഇത് ഇത്രയും ടോട്ടൽ സ്റ്റുഡൻസിന്റെ വാല്യൂ ആണ്. ടോട്ടൽ സ്റ്റുഡൻസ് 2500 എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദെൻ ഇനി അടുത്ത് ഗേൾസിന്റെയും ബോയ്സിന്റെയും ഡിസ്ട്രിബ്യൂഷൻ നോക്കണം. ഔട്ട് ഓഫ് ടോട്ടൽ സ്റ്റുഡൻസിനാണ് ഗേൾസിന്റെയും ബോയ്സിന്റെയും പെർസെന്റേജ് ഡിസ്ട്രിബ്യൂഷൻ, ഗേൾസിന്റെ പെർസെന്റേജ് ഡിസ്ട്രിബ്യൂഷൻ തന്നിരിക്കുന്നത്. അപ്പം ഔട്ട് ഓഫ് ടോട്ടൽ സ്റ്റുഡൻസിൽ ഗേൾസിന്റെ പെർസെന്റേജ് എന്ന് പറയുന്നത് 40% ഓർ 40% എന്നാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ എയിലെ ടോട്ടൽ സ്റ്റുഡൻസ് 350 ആണ്. അതിൽ ഗേൾസ് 40% ആണെങ്കിൽ ബോയ്സ് റിമൈനിങ് 60% ആയിരിക്കും. അതായത് 2:3 റേഷ്യോ ആയിരിക്കും. അപ്പൊ 2:3 5 ആണ് 350 എങ്കിൽ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 70 ആണ്. അങ്ങനെയാണെങ്കിൽ ഗേൾസ് 140 ആണ്, ബോയ്സ് 210 ആണ് അല്ലേ. ഇനി അടുത്ത് സ്കൂൾ ബി. സ്കൂൾ ബിയിൽ ഔട്ട് ഓഫ് ടോട്ടൽ സ്റ്റുഡൻസ് ഗേൾസിന്റെ പെർസെന്റേജ് എന്ന് പറയുന്നത് 55% ആണ്. അപ്പൊ ഗേൾസ് 55% ആണെങ്കിൽ ബോയ്സ് എത്രയായിരിക്കും? 45% ആയിരിക്കും. അപ്പൊ നമ്മളുടെ റേഷ്യോ 11:9 ആയിരിക്കും. അപ്പൊ ഗേൾസ് 11 ആണെങ്കിൽ ബോയ്സ് 9 വരും. അപ്പൊ ടോട്ടൽ 20 ആണ് 600. അപ്പൊ 20 യൂണിറ്റ് 600 ആണെങ്കിൽ ഒരു യൂണിറ്റിന് എത്രയായിരിക്കും? 600/20 ചെയ്യുമ്പോൾ 30 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ 30 ആണ് ഒരു യൂണിറ്റ്. അപ്പൊ ഗേൾസ് 330ഉം ബോയ്സ് 270 ആയിരിക്കും. 9 കൊണ്ടും 11 കൊണ്ടും 30 മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ഇനി 450യുടെ വാല്യൂ അല്ലേ. 450 എന്ന് പറയുമ്പോൾ ഇവിടെ സിയില് ഗേൾസിന്റെ റേഷ്യോ 60% ആണ്. അങ്ങനെയാണെങ്കിൽ ബോയ്സിന് എത്രയായിരിക്കും? 40% ആയിരിക്കും. 60:40 റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് 3:2 എന്ന് കിട്ടും. അപ്പൊ ഇത് 3 ആണെങ്കിൽ ഇവിടെ 2 കിട്ടണം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ സം 3 + 2 5 ആണ് നമുക്ക് 450. അപ്പൊ ഒരു യൂണിറ്റ് നമുക്ക് 90 ആണ്. അങ്ങനെയാണെങ്കിൽ ഗേൾസ് 270 ആണ്, ബോയ്സ് 180 ആണ്. ഇനി നമുക്ക് ഡിയിൽ ടോട്ടൽ 500 സ്റ്റുഡൻസ് ഉണ്ട്. അതിൽ ഗേൾസ് എന്ന് പറയുന്നത് 75% എന്ന് തന്നിട്ടുണ്ട്. 75 ഒന്നുകിൽ 500ന്റെ 75% എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്തതുപോലെ റേഷ്യോ എടുക്കാം. 75% ഗേൾസ് 75 ആണെങ്കിൽ ബോയ്സ് എത്ര വരണം? 25% വരണം. അങ്ങനെയാണെങ്കിൽ റേഷ്യോ 3:1 ആണ്. ഗേൾസ് 3 ആണെങ്കിൽ ബോയ്സ് 1 റേഷ്യോ. അപ്പൊ ടോട്ടൽ 4 റേഷ്യോ ആണ് നമുക്ക് 500 എന്ന് വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ 3 റേഷ്യോ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. 4 റേഷ്യോ 500 ആണെങ്കിൽ 3 റേഷ്യോ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 × 2 125 എന്ന് വരും. ഇൻറ്റു 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 375 എന്ന് വരും. അപ്പോൾ ഗേൾസ് 375 ആണ്, ബാക്കി 125 എന്ന് പറയുന്നത് ബോയ്സ് ആണ്. ദെൻ ഇനി അടുത്തത് ഇയിൽ 25% ഗേൾസ് ആണ്. ഇയിൽ 600 ഉണ്ട്. 600ന്റെ 25%, അതായത് 1/4 പാർട്ട് എടുക്കുവാണെങ്കിൽ 150 വരും. അപ്പൊ റിമൈനിങ് ഉള്ളത് ബോയ്സ് ആണല്ലേ. 150 ഗേൾസ് ആണെങ്കിൽ റിമൈനിങ് 450 ഗേൾസ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയാണ് നമുക്ക് ടേബിളിൽ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ എന്താ തന്നിട്ടുള്ള പൈ ചാർട്ടിൽ നമുക്ക് ABCD E എന്ന് പറയുന്ന 5 സ്കൂൾസിന്റെ പെർസെന്റേജ് ഓഫ് ടോട്ടൽ സ്റ്റുഡൻസിന്റെ ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ടായിരുന്നു. ദെൻ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 2500 ആണെന്നും തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഓരോ സ്കൂളിലുള്ള ടോട്ടൽ സ്റ്റുഡൻസിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ദെൻ അതിൽ നിന്ന് ഔട്ട് ഓഫ് ടോട്ടൽ സ്റ്റുഡൻസ് പെർസെന്റേജ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗേൾസിന്റെ തന്നിട്ടുണ്ട്. അത് പെർസെന്റേജ് വാല്യൂ എടുത്ത് ഒന്നെങ്കിൽ റേഷ്യോ എടുക്കുക, അല്ലെങ്കിൽ നോർമലി 40% ഓഫ് 350 കണ്ടുപിടിക്കുക. ദെൻ റിമൈനിങ് ഉള്ളത് ബോയ്സിലോട്ട് കൊടുക്കുക. അത്രേ ഉള്ളൂ. കാരണം ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എനി സ്കൂൾ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ബോയ്സ് പ്ലസ് നമ്പർ ഓഫ് ഗേൾസ്. അപ്പൊ നമ്പർ ഓഫ് ബോയ്സ് നമ്പർ ഓഫ് ഗേൾസ് മാത്രമേ സ്കൂളിലുള്ളൂ. അപ്പോൾ അത് മാത്രം വെച്ച് റേഷ്യോ എടുക്കുക. അതായത് ഈ പെർസെന്റേജ് വാല്യൂ കമ്പയർ ചെയ്ത് റേഷ്യോ ബൈ റേഷ്യോയിൽ വേണമെങ്കിലും ചെയ്യാം, ഓർ അതർവൈസ് പെർസെന്റേജ് വാല്യൂ ഡയറക്റ്റ്ലി ഇട്ട് വേണമെങ്കിലും ചെയ്യാം. ഏത് എളുപ്പമാണോ ആ രീതിക്ക് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഓരോ സ്കൂളിന്റെയും ബോയ്സിന്റെയും ഗേൾസിന്റെയും വാല്യൂവും ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ വാല്യൂവും കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Find the difference between the average number of boys to that of girls in all 5 schools. ചെയ്തേ. അപ്പോൾ ടേബിളിന്റെ വാല്യൂ ഞാൻ ടേബിൾ സൈഡിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബോയ്സിന്റെയും ഗേൾസിന്റെയും ആവറേജിലെ ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ബോയ്സിന്റെ ഗേൾസിന്റെ സം എടുക്കുവാണെങ്കിൽ എത്ര കിട്ടും? 5 14 19 19 + 4 23 26 2 3 6 8 10 11 12 1 2 6 5 എന്ന് കിട്ടും. ദെൻ ബോയ്സിന്റെ സം എടുക്കുവാണെങ്കിൽ 5
7, 14, 15. 15 plus 1, 16. 16 plus 7, 20, 23. Then ഒരു റിമൈൻഡർ 2 കിട്ടും. 4, 6, 8, 12. അപ്പോൾ 1265 1235 ഇത് തമ്മിലുള്ള ഡിഫറൻസ് 1265 മൈനസ് 1265 മൈനസ് 1235 ഡിവൈഡഡ് ബൈ ആവറേജ് അല്ലേ, അപ്പോൾ ഡിവൈഡഡ് ബൈ എത്ര കൊടുക്കേണ്ടി വരും? 5 സ്കൂൾസ്, സോ 5 കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ വാല്യൂ എത്ര കിട്ടുന്നുണ്ട്? 1265 നിന്ന് 1235 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 30 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 5, അപ്പോൾ ആവറേജ് 6 എന്ന് കിട്ടി. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനാണ് നമ്മളുടെ ആൻസർ. അപ്പോൾ ടേബിൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാമല്ലേ. അപ്പോൾ എന്തായാലും എല്ലാ വാല്യൂസും കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ ഓരോ വാല്യൂവും സെപ്പറേറ്റ് ആയിട്ട്, അതായത് നമ്പർ ഓഫ് ഗേൾസും നമ്പർ ഓഫ് ബോയ്സും കണ്ടുപിടിക്കുന്നത് ഉപകാരമായിരിക്കും. അതുപോലെ തന്നെ നമ്മളൊരു DI സെറ്റ് നമ്മൾ എക്സാമിന് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഫ്രഷ് പേജ് എടുത്ത് വാല്യൂസ് അവിടെ ഇവിടെയായിട്ട് നമ്മൾ എഴുതി വെക്കാണ്ട് ഒരു പർട്ടിക്കുലർ ഓർഡറിൽ ഒരു സ്ഥലത്ത് ഒതുക്കി എഴുതി വെക്കുക. അതാകുമ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ വരുമ്പോഴും നോക്കിയാൽ ചെയ്യാൻ കിട്ടും. അതേ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതേ വാല്യൂ ആണ് നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ വരുന്നതെങ്കിൽ, ഇപ്പം ചിലപ്പോൾ ഈ സം വാല്യൂ നമ്മൾ എവിടെയെങ്കിലും ഒരു സൈഡിൽ എഴുതി കൂട്ടി വെച്ചിട്ട് എടുത്ത് ചെയ്യുവാണെന്ന് വെച്ചു, എന്നിട്ട് അടുത്തൊരു ക്വസ്റ്റ്യനിലും ഈ സം വാല്യൂവിൻ്റെ യൂസ് വരുന്നെങ്കിൽ നമ്മൾ ഒന്നേന്ന് കണ്ടുപിടിക്കണ്ടേ, കാരണം വീണ്ടും തപ്പണം എവിടെയാണ് നമ്മൾ എഴുതിയെന്നുള്ളത്. അപ്പോൾ ഒരിടത്ത് ഒതുക്കി എഴുതി വെച്ചേക്കുവാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നമുക്കത് യൂസ് ആവും. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയേ. Find the respective ratio of number of boys in school A and B together to the number of girls in school D and E together. എയും ബിയിലുള്ള ബോയ്സിൻ്റെയും ദെൻ ഡിയും ഇയിലുമുള്ള ഗേൾസിൻ്റെയും സമ്മിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. എക്സാക്ട് PO ലെവൽ ക്വസ്റ്റ്യൻ ആണിത്. 2 സെറ്റ് ഓഫ് DA, അതായത് പൈയും മിക്സർ എന്ന് പറയാം, പൈയും ബാർ ഗ്രാഫും കൂടെ ഒരുമിച്ച് വന്നിട്ടുള്ള ഒരു DI സെറ്റ് ആണ്. അപ്പോൾ ഇതിൽ റെസ്പെക്റ്റീവ് റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ബോയ്സ് ഇൻ സ്കൂൾ A ആൻഡ് B. അപ്പോൾ സ്കൂൾ എയിലും ബിയിലും ഉള്ള ബോയ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എത്രയാ? 480 ആണ്. ദെൻ അതിന്റെ റേഷ്യോയും സ്കൂൾ D ആൻഡ് ഇയിലുള്ള ഗേൾസിന്റെ സമ്മുമാണ് ടുഗദർ ചോദിച്ചിരിക്കുന്നത്. ഡിയും ഇയിലുള്ള ഗേൾസിന്റെ സം എന്ന് പറയുമ്പോൾ 5, 12, റിമൈൻഡർ 1 വരും, 4, 5. ഓക്കെ അല്ലേ? 525. ദെൻ ഇതിലെ റേഷ്യോ എടുക്കുമ്പോഴോ 32:35 ആണ് റേഷ്യോ കിട്ടിയത്. എല്ലാവർക്കും കിട്ടിയില്ല ആൻസർ. അപ്പോൾ 32:35 ആണ് ആൻസർ കിട്ടിയത്. അപ്പോൾ നമ്മൾ ടേബിൾ ഫോം ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ നമുക്കത് നോക്കി എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ നമ്പർ ഓഫ് ബോയ്സ് ഇൻ സ്കൂൾ ഈസ് അപ്രോക്സിമേറ്റ്ലി വാട്ട് പെർസെന്റ് മോർ ദാൻ ദ ടോട്ടൽ നമ്പർ ഓഫ് ഗേൾസ് ഇൻ സ്കൂൾ A ആൻഡ് C ടുഗദർ. Number of boys in school is approximately what percentage more than the number of girls in school A and C together. Okay, number of boys in school E. School E le number of boys എന്ന് പറയുന്നത് 450 ആണ്. അപ്രോക്സിമേറ്റ്ലി വാട്ട് പെർസെൻറ്റേജ് മോർ എന്നാ ചോദിച്ചേക്കുന്നത്. ഏതിൻ്റെ കൂടെ കമ്പയർ ചെയ്തേക്കുന്നത്? മോർ ദാൻ ദ ടോട്ടൽ നമ്പർ ഓഫ് ഗേൾസ് ഇൻ സ്കൂൾ A ആൻഡ് C ടുഗദർ. അപ്പോൾ സ്കൂൾ എയിലെയും സിയിലെയും ഗേൾസിന്റെ സം വാല്യൂ എടുക്കണം അല്ലേ? 390. 390യോടെ 450 കമ്പയർ ചെയ്യണം. കമ്പയർ ചെയ്യുമ്പം 60 ആണ് കൂടുതൽ. ഡിവൈഡഡ് ബൈ 390 ഇൻറ്റു 100% ചെയ്യും. ഇങ്ങനെയാണെങ്കിൽ 600/39 എന്ന് വരും. 39ന്റെ എത്ര ടൈംസ് വരുമ്പോഴാണ് 600 വരുന്നത്? 10 എന്തായാലും വരില്ല. അപ്രോക്സിമേറ്റ് പെർസെൻറ്റേജ് ആണ്, എന്തായാലും 10% വരില്ല. 450യുടെയും 390യുടെയും ഡിഫറൻസ് 60 ആണ്. ദെൻ അതിൽ മോർ ദാൻ ദ ടോട്ടൽ നമ്പർ ഓഫ് ഗേൾസ് ഇൻ സ്കൂൾ A ആൻഡ് C ടുഗദർ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ A ആൻഡ് സിയിലെ ഗേൾസിന്റെ സം എന്ന് പറയുന്നത് 390 ആണ്. 390 ഇൻറ്റു 100 ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ റേഷ്യോ എടുക്കുമ്പോൾ സീറോസ് ക്യാൻസൽ ആയി. ദെൻ 600 ഡിവൈഡഡ് ബൈ 39 ആണ്. 39ന്റെ 2 ടൈംസ് വരുമ്പോൾ നമുക്ക് 78 വരും. അപ്പോൾ എന്തായാലും 2 ടൈംസ് വരത്തില്ല. അപ്പോൾ ഈ ഓപ്ഷൻ ഒന്നും വരത്തില്ല, ഈ ഓപ്ഷനും ഇല്ല. എന്നാൽ 10 ടൈംസ് എടുത്താൽ എന്തായാലും നമുക്ക് എത്രയേ വരത്തുള്ളൂ? 390 മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി ആ വാല്യൂ അല്ല. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇങ്ങനെ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തും നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഓക്കെ, 4th ക്വസ്റ്റ്യൻ ചെയ്തേ.
If school fee of each students of school C and D is rupees 6,000 and 4,000 respectively, then find the sum between the total fee collected from school C and D. അപ്പോൾ സ്കൂൾ സിയിലേക്കുള്ള ഫീസ് എന്ന് പറയുന്നത് 6,000 ആണ്, സ്കൂൾ ഡിയിലേക്കുള്ള ഫീസ് എന്ന് പറയുന്നത് 4,000 ആണ് ഓരോ സ്റ്റുഡൻസിനും. Then find the difference, then find the sum between the total fee collected from school C and D. അപ്പോൾ സ്കൂൾ സിയിലെ ടോട്ടൽ സ്റ്റുഡൻസ് വേണം അല്ലേ, എങ്കിലല്ലേ ഫീ എത്രയാണ് ടോട്ടലി കളക്ട് ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സ്കൂൾ സിയിലെ ടോട്ടൽ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 450 ആണ്. അപ്പോൾ 450 ഇൻറ്റു സ്കൂൾ സിയിലെ ഫീസ് എന്ന് പറയുന്നത് 6,000 ആണ്. പ്ലസ് അതുപോലെ തന്നെ സ്കൂൾ ഡി എടുക്കേണ്ടി വരും. സ്കൂൾ ഡിയിലെ ടോട്ടൽ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 500 ആണ്. 500 ഇൻറ്റു സ്കൂൾ ഇയിലെ ടോട്ടൽ ഫീസ് എന്ന് പറയുന്നത് 4,000 ആണ്. മൾട്ടിപ്ലൈ ചെയ്യുക. വേറൊരു വഴി എന്ത് ചെയ്യാം, ഇവിടെ 3 സീറോസും ഇവിടെ 3 സീറോസും ഉണ്ട്, ഇവിടെ ഓരോ സീറോസും ഉണ്ട്. അപ്പോൾ 4 സീറോസ് കോമൺലി പുറത്തെടുക്കാം. അപ്പോൾ ഇവിടെ 45 ഇൻറ്റു 6 എന്ന് കിട്ടും. പ്ലസ് ഇവിടെ എത്രയാ, 45 ഇൻറ്റു 6 എന്ന് കിട്ടും. പ്ലസ് ഇവിടെ 50 ഇൻറ്റു 4 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ 10,000 ഇൻറ്റു 45 ഇൻറ്റു 6 ചെയ്യുമ്പോൾ 40 ഇൻറ്റു 6 ചെയ്യുമ്പോൾ എത്രയാ, 240. 240 പ്ലസ് 5 ഇൻറ്റു 6 30 ആണ്. അപ്പോൾ 270 ആയി. ദെൻ പ്ലസ് 50 ഇൻറ്റു 4 200 ആണ്. ഇങ്ങനെ വേണമെങ്കിലും എളുപ്പത്തിൽ കോമൺലി പുറത്തെടുത്ത് വേണമെങ്കിലും മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര കിട്ടും, 470 എന്ന് കിട്ടും. അപ്പോൾ 47 ലാക്ക് ആണ് വരുന്നത് അല്ലേ ഇവിടെ. അപ്പോൾ 47 ലാക്കാണ് നമ്മളുടെ ആൻസർ. കാൽക്കുലേഷൻ ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം, ഡയറക്റ്റ്ലി ഇവിടെ ആഡ് ചെയ്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, 5th ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡി എയിലെ ചെയ്തേ. ഈ 40% and 40%, 50% and 30% students from school A, B and E respectively use school buses to reach their school. Then find the total number of students who did not use school bus from school A, B and E. അപ്പോൾ സ്കൂൾ എയിലെ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിൽ 40%, സ്കൂൾ ബിയിലെ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിൽ 50%, സ്കൂൾ ഇയിലെ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിൽ 30% ആൾക്കാർ സ്കൂൾ ബസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്കൂൾ ബസ് യൂസ് ചെയ്യാത്ത സ്റ്റുഡൻസ് ഫ്രം എ ആൻഡ് ബി ആ കണ്ടുപിടിക്കേണ്ട. അപ്പോൾ എയിലെ ടോട്ടൽ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 350 ആണ്. 350ൽ 40% ആൾക്കാർ സ്കൂൾ ബസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. 40% സ്കൂൾ ബസ് യൂസ് ചെയ്യുന്നെന്നാ പറയുന്നത്. അപ്പോൾ 350ലെ 40% ആൾക്കാർ സ്കൂൾ ബസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 350യുടെ 60% കണ്ടുപിടിക്കണം. അപ്പോൾ 350യുടെ 60%, അപ്പോൾ 350യുടെ 10% എന്ന് പറയുമ്പോൾ 35 ആണ്. 35 ഇൻറ്റു 6 ചെയ്യുന്ന വാല്യൂ ആണ് നമുക്ക് സ്കൂൾ ബസ് യൂസ് ചെയ്യാത്ത ആൾക്കാർ. അതുപോലെ തന്നെ സ്കൂൾ ബിയിൽ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 600 ആണ്. ആ 600ൽ 50% ആൾക്കാർ സ്കൂൾ ബസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അനദർ 50% സ്കൂൾ ബസ് യൂസ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ 600ന്റെ ഹാഫ് സ്കൂൾ ബസ് യൂസ് ചെയ്യുന്നുണ്ട്, ഹാഫ് ആൾക്കാർ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ 300 ആൾക്കാർ യൂസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ സ്കൂൾ ഇ എടുക്കുവാണെങ്കിൽ 600 സ്റ്റുഡൻസ് ഉണ്ട്, അതിൽ 30% ആൾക്കാർ സ്കൂൾ ബസ് യൂസ് ചെയ്യുന്നെന്നാണ് പറയുന്നത്. അപ്പോൾ 70% ആൾക്കാർ എന്തായാലും സ്കൂൾ ബസ് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ 600ന്റെ 10% എന്ന് പറയുമ്പോൾ 60 ആണ്. അപ്പോൾ 70% എന്ന് പറയുമ്പോൾ 60 ഇൻറ്റു 7 ആണ് 70%. അപ്പോൾ 35 ഇൻറ്റു 6 എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക, 30 ഇൻറ്റു 6 ചെയ്യുമ്പോൾ 180 ആണ്. 180 പ്ലസ് 5 ഇൻറ്റു 6 30 ആണ്. അപ്പോൾ 180 പ്ലസ് 30 ചെയ്യണം. അപ്പോൾ 35 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 210 ആണ് ആൻസർ. പ്ലസ് 300 പ്ലസ് 60 ഇൻറ്റു 7 എത്രയാ, 6 ഇൻറ്റു 7 42, ഒരു 0 കൂടെ ഇട്ട് കൊടുക്കണം. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുവാണെങ്കിൽ എന്ത് കിട്ടണം, 0 2 7 സോറി 0 1 0 3 then 7 7 plus 2 9 930 എന്ന് കിട്ടും. ഓക്കെ അല്ലേ. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, ഇവിടെ എന്തുകൊണ്ടാണ് 40%, 50%, 30% കൺസിഡർ ചെയ്തില്ല എന്ന് ചോദിക്കരുത്. ക്വസ്റ്റ്യൻ കറക്റ്റ്ലി റീഡ് ചെയ്യണം. അതായത് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ഡിഡ്ന്റ് യൂസ് സ്കൂൾ ബസ് ഫ്രം സ്കൂൾ എ, ബി ആൻഡ് ഡി.
എ ബി ആൻഡ് ഇയിൽ സ്കൂൾ ബസ് യൂസ് ചെയ്യാത്ത ആൾക്കാരുടെ വാല്യൂ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ 30% ആൾക്കാർ സ്കൂൾ എയിൽ സ്കൂൾ ബസ് 40% ആൾക്കാർ സ്കൂൾ എയിൽ സ്കൂൾ ബസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും 60% ആൾക്കാർ യൂസ് ചെയ്യത്തില്ല. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 350 ആണ്. അതിലെ 60% നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ 350-ലെ 10% എന്ന് പറയുമ്പോൾ 35 ആണ്. 35 × 6 ചെയ്താൽ നമുക്ക് 60% കിട്ടും. ദെൻ അതുപോലെ തന്നെ നമ്മൾ സ്കൂൾ ബിയിൽ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 600 ആണ്. അതിൽ 50% ആൾക്കാർ സ്കൂൾ ബസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 50% ആൾക്കാർ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ 600-ന്റെ ഹാഫ് ആയ 300 ആയിരിക്കും വരേണ്ടത്. ദെൻ അതുപോലെ തന്നെ സ്കൂൾ ഇയിൽ 30% ആൾക്കാർ സ്കൂൾ ബസ് യൂസ് ചെയ്യുന്നുണ്ട്. സ്കൂൾ ഇയിലെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 600 ആണ്. 600-ൽ 30% ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 70% ആൾക്കാർ യൂസ് ചെയ്യുന്നില്ല. 600-ന്റെ 10% എന്ന് പറയുമ്പോൾ 60 ആണ്. 60 × 7 ചെയ്യുമ്പോൾ നമുക്ക് 70%-ന്റെ വാല്യൂ കിട്ടും. അപ്പോൾ 210-ഉം 300-ഉം 420-യും ആഡ് ചെയ്യുമ്പോൾ 930 എന്ന് കിട്ടി. അപ്പോൾ ഓക്കെ അല്ലേ? ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ അത്യാവശ്യം മെയിൻസ് ലെവൽ എന്ന് തന്നെ പറയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും കമ്പൈൻഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. സോൾവ് ചെയ്ത് നോക്കി ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന്. സർത്തക് ഇൻവെസ്റ്റഡ് റുപ്പീസ് പി at 50% per annum സിമ്പിൾ ഇൻട്രസ്റ്റ് ഇൻ എക്സ് ബാങ്ക്. അപ്പോൾ പുള്ളി സർത്തക് എന്ന് പറയുന്ന ആള് 50% ഇൻട്രസ്റ്റിൽ റുപ്പീസ് പി എന്ന് പറയുന്ന ഒരു സമ്മിനെ സിമ്പിൾ ഇൻട്രസ്റ്റ് എക്സ് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അറ്റ് ദ എൻഡ് ഓഫ് 1 year ഹി വിത്ഡ്രോ ഓൾ എമൗണ്ട് ഫ്രം എക്സ് ബാങ്ക് ആൻഡ് ഇൻവെസ്റ്റഡ് ഇൻ ഒയ് ബാങ്ക്. അപ്പോൾ 1 വർഷം കഴിഞ്ഞപ്പോൾ എക്സ് ബാങ്കിൽ നിന്ന് ഈ എമൗണ്ടിനെ പുള്ളി തിരിച്ചെടുക്കുന്നു. ദെൻ അതിനെ എല്ലാം ഒരുമിച്ച് ഒയ് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ അവിടെ 6% വെച്ച് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് തരുന്നത് 2 വർഷത്തേക്ക്. അങ്ങനെ 2 വർഷം കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് കിട്ടിയ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 14,400 എന്ന് പറയുന്നത്. അപ്പോൾ ദ ഫസ്റ്റ് ഇയർ പുള്ളിക്ക് കിട്ടിയ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 6,000 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യും? ഇവിടെ നിന്ന് നമുക്ക് പിയുടെ വാല്യൂവും 6% എന്നേ തന്നിട്ടുള്ളൂ. അപ്പോൾ 6-ന്റെ വാല്യൂ ഒക്കെ കണ്ടുപിടിച്ചാലേ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലേ. ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ ഫൈൻഡ് ദ സം ഓഫ് ഇൻട്രസ്റ്റ് ഏൺഡ് ഫ്രം ബോത്ത് ബാങ്ക് എക്സ് ആൻഡ് ഒയ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഒയിൽ നമുക്കറിയാം ഡയറക്ട്ലി ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതുകൊണ്ട് തന്നെ 2 വർഷം കഴിഞ്ഞപ്പോൾ ഒയ് ബാങ്കിൽ നിന്ന് അയാൾക്ക് 14,400 രൂപ കിട്ടിയെന്ന് പറഞ്ഞ് നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷേ എക്സ് ബാങ്കിൽ നമ്മൾ എങ്ങനെ എടുക്കും? എക്സ് ബാങ്കിൽ റുപ്പീസ് പി at 50% per annum എന്ന് മാത്രമല്ലേ തന്നിട്ടുള്ളൂ. അപ്പോൾ പി എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് അവിടെ എക്സ് ബാങ്കിൽ കിട്ടിയ ഇൻട്രസ്റ്റ് എത്ര എന്നുള്ളത് കിട്ടത്തുള്ളൂ. വൈ ബാങ്കിൽ അത് നമ്മളെടുത്തുണ്ട്. അപ്പോൾ എക്സ് ബാങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം എങ്ങനെ ചെയ്യാം? എക്സ് ബാങ്ക് ഞാൻ എടുക്കുവാണെങ്കിൽ ഞാൻ 50% വെച്ച് ഇൻട്രസ്റ്റിൽ എക്സ് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു പി എമൗണ്ട്. അപ്പോൾ പി എമൗണ്ട് ഞാൻ 50% per annum ഇൻട്രസ്റ്റിൽ എക്സ് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നെങ്കിൽ എനിക്ക് 1 വർഷം കഴിയുമ്പോൾ കിട്ടുന്ന ഇൻട്രസ്റ്റ് എത്രയാ? 50% അല്ലേ. 50%-ന് പി എമൗണ്ട് ഫോർ 1 year ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ എനിക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് p/2 അല്ലേ. 50% എന്ന് വെച്ചാൽ ഹാഫ് ആണ്. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എക്സ് ബാങ്കിലെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് p/2 ആണ്. ദെൻ ഈ എക്സ് ബാങ്കിൽ നിന്ന് കിട്ടിയ ഇൻട്രസ്റ്റും കൂടെ ചേർത്ത് ഞാൻ ഈ എമൗണ്ടിനെ മൊത്തത്തിൽ എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു? ഒയ് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എക്സ് ബാങ്കിൽ എനിക്ക് p/2 കിട്ടിയ ഇൻട്രസ്റ്റ് പ്ലസ് എൻ്റെ അടുത്തൊരു ഇവിടെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് പി ആണ്. ഇൻട്രസ്റ്റ് മാത്രമാണ് p/2 കിട്ടിയത്. അപ്പോൾ ഒരു പി എമൗണ്ടും കൂടെ ചേർത്ത് അപ്പോൾ എൻ്റെ കയ്യിൽ ടോട്ടൽ എത്രയായി? 3p/2 ആയി. ഈ 3p/2 എമൗണ്ടിനെ ഞാൻ എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു? വൈ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ വൈ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ആണ് എൻ്റെ സമ്മാണ്. വൈ ബാങ്കിലെ എൻ്റെ സമ്മാണ് 3p/2 അല്ലേ. ഇതുവരെ ഡൗട്ട് ഇല്ലല്ലോ. ഇനി എന്താ പറയുന്നത്? വൈ ബാങ്കിൽ എനിക്ക് 2 വർഷം കഴിഞ്ഞപ്പോൾ 14,400 രൂപ ഇൻട്രസ്റ്റ് കിട്ടി. ആഫ്റ്റർ 2 years ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 14,400 ആണ്. ദെൻ ആദ്യത്തെ വർഷത്തെ ഫസ്റ്റ് ഇയറിലെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് 6,000 ആണ്. ഫസ്റ്റ് ഇയർ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് 6,000 ആണ്. അപ്പോൾ നമ്മളെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ കോൺസെപ്റ്റ് എന്താ? കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നമുക്ക് ആദ്യത്തെ വർഷം കിട്ടുന്നതെന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. ദെൻ സെക്കൻഡ് ഇയറിൽ വരുമ്പോൾ ആ കിട്ടിയ സിമ്പിൾ ഇൻട്രസ്റ്റിനും ഒരു ഇൻട്രസ്റ്റ്, ദെൻ പ്രിൻസിപ്പൽ വാല്യൂവിനും ഒരു ഇൻട്രസ്റ്റ്. ഇങ്ങനെയല്ലേ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വരുന്നത്. അതല്ലേ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. തേർഡ് ഇയർ വരുമ്പോൾ ഇൻട്രസ്റ്റിനും ഇൻട്രസ്റ്റ്, ദെൻ പ്രിൻസിപ്പലിനും ഒരു ഇൻട്രസ്റ്റ്. അങ്ങനെയാണ് നമുക്ക് ഇൻട്രസ്റ്റ് ഇൻക്രീസ് ആയി പോകുന്നത്. അപ്പോൾ ഇവിടെ ആദ്യത്തെ വർഷം എനിക്ക് 6,000 കിട്ടിയെന്ന് പറയുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റിൽ കാൽക്കുലേറ്റ് ചെയ്താലും ആദ്യത്തെ വർഷം കിട്ടുന്ന അതേ എമൗണ്ട് ആണ്. അതായത് ഈ 3p/2 എന്ന് പറയുന്ന സമ്മിന്
സിമ്പിൾ ഇൻട്രസ്റ്റ് ആദ്യത്തെ വർഷം 6,000 തന്നെ കിട്ടും. അത് തന്നെയാണ് എനിക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലും കിട്ടിയത്. ദെൻ 2 years കഴിഞ്ഞപ്പോൾ എനിക്ക് 14,400 കിട്ടിയ ഇൻട്രസ്റ്റ്. അപ്പോൾ ഇതിലെ ഇൻ ബിറ്റ്വീനിൽ എനിക്ക് കിട്ടിയ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ഇയറിൽ എനിക്ക് കിട്ടിയ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ 6,000 കുറച്ച് കഴിഞ്ഞാൽ ഇത് 2 year കമ്പൈൻഡ് ആയിട്ടല്ലേ എനിക്ക് 14,400 കിട്ടിയത്. ആദ്യത്തെ വർഷം 6,000 കിട്ടി. അപ്പോൾ എനിക്ക് രണ്ടാമത്തെ വർഷം കിട്ടിയ ഇൻട്രസ്റ്റ് മാത്രം സെക്കൻഡ് ഇയർ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് പറയുന്നത് 14,400 മൈനസ് 6,000 അല്ലേ? ഇതല്ലേ എനിക്ക് രണ്ടാമത്തെ വർഷം കിട്ടിയ ഇൻട്രസ്റ്റ്. അതായത് എത്ര രൂപയാ? 8,400 അല്ലേ? 8,400 rupees ആണ് എനിക്ക് രണ്ടാമത്തെ വർഷം കിട്ടിയ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, 8,400 ആണ് എനിക്ക് സെക്കൻഡ് ഇയറിൽ കിട്ടിയ ഇൻട്രസ്റ്റ് അല്ലേ? ദെൻ എനിക്ക് ആദ്യത്തെ വർഷം കിട്ടിയ ഇൻട്രസ്റ്റും കൂടെ സെക്കൻഡ് ഇയറിൽ ആഡ് ആയി വരും. അതല്ലേ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ കോൺസെപ്റ്റ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആദ്യത്തെ വർഷം എനിക്ക് 6,000 കിട്ടി. ആ 6,000 രണ്ടാമത്തെ വർഷം കിട്ടിക്കാണും. ഇതെനിക്ക് പ്രിൻസിപ്പളിന് കിട്ടിയ ഇൻട്രസ്റ്റ് അല്ലേ? ഈ 3p/2 എന്ന് പറയുന്ന സമ്മിന് കിട്ടിയ ഇൻട്രസ്റ്റ് ആണ് എനിക്ക് 6,000 ആദ്യത്തെ വർഷം. രണ്ടാമത്തെ വർഷവും അതേ 6,000 ആഡ് ആയിട്ടുണ്ടാവും. ദെൻ ഈ 6,000ന്റെ ഒരു ഇൻട്രസ്റ്റും കൂടെ ആയിരിക്കും ഇവിടെ ആഡ് ആയി എനിക്ക് 8,400 എന്ന് വരുന്നത്. അപ്പോൾ 8,400 നിന്ന് ഞാൻ 6,000 കുറച്ച് കഴിഞ്ഞാൽ 2,400 രൂപ വരും. ഈ 2,400 എന്ന് പറയുന്നത് എനിക്ക് എന്താ? ഈ 6,000ന്റെ 6% ഓഫ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലേ എനിക്ക് ഈ 2,400. അപ്പൊ 6,000ന്റെ 6% ഓഫ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 6% ഓഫ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് 2,400. അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആർ എന്ന് പറയുന്നത് എത്ര കിട്ടും? ഇവിടെ പെർസെൻറ്റേജും 2 സീറോസും ക്യാൻസൽ ആവും, ഇവിടെ ഒരു സീറോസ് ക്യാൻസൽ ആവും. ദെൻ 40 എന്ന് കിട്ടും. അപ്പോൾ 6 എന്ന് പറയുന്നത് എനിക്ക് 40 ആണ്. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എനിക്ക് 40% ആണ് എൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത് നമുക്ക്? ഇനി ഇവിടെ നിന്ന് എന്ത് ചെയ്യാം? എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? പ്രിൻസിപ്പൽ കണ്ടുപിടിക്കണം അല്ലേ? പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എനിക്ക് ആദ്യത്തെ വർഷം 6,000 ഇൻട്രസ്റ്റ് കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഒരു പി എന്ന് പറയുന്ന പ്രിൻസിപ്പളിന് ആദ്യത്തെ വർഷം സിമ്പിൾ ഇൻട്രസ്റ്റ് തന്നെയാണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിലും സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിലും ആദ്യത്തെ വർഷം കിട്ടുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. പി എന്ന് പറയുന്ന എമൗണ്ടിന് 40% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഒരു വർഷം കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 6,000 rupees ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എനിക്ക് പ്രിൻസിപ്പൽ എത്ര വരും? ഇവിടെ 4 zeros 2 5 2 ടൈംസ് ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ ഓക്കെ, ഇവിടെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന സം എന്ന് പറയുന്നത് എനിക്ക് എത്രയാണ്? 15,000 ആണ് അല്ലേ? 15,000 ആണ് ഞാൻ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ദെൻ ഞാൻ മുകളിൽ സിമ്പിൾ ഇൻട്രസ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തതെന്ന് പറയുന്നത് പി അല്ലേ? പി എന്ന് പറയുന്ന എമൗണ്ട് അല്ലേ ഇൻവെസ്റ്റ് ചെയ്തത്? ഇവിടുത്തെ പി എന്ന് പറയുന്നത്, ഇവിടുത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എൻ്റെ എന്താ? ഇവിടെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താ? 3p/2 ആണ് അല്ലേ? അപ്പോൾ 3p/2 ആണ് എനിക്ക് 15,000 കിട്ടുന്നത്. 3p/2 ആണ് എനിക്ക് 15,000 കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ 5,000 × 2 ചെയ്യണം. അപ്പോൾ എൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പിയുടെ വാല്യൂ എന്ന് പറയുന്നത് 10,000 ആണ് അല്ലേ? പിയുടെ വാല്യൂ എന്ന് പറയുന്നത് 10,000 ആണ്. ഇനി ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ദ സം ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഫ്രം ബോത്ത് ദ ബാങ്ക് എക്സ് ആൻഡ് വൈ ബാങ്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വൈ ബാങ്കിൽ എനിക്ക് കിട്ടിയ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 14,400 എന്നറിയാം. പ്ലസ് എക്സ് ബാങ്കിൽ കിട്ടിയ ഇൻട്രസ്റ്റ്, എക്സ് ബാങ്കിൽ പി എന്ന് പറയുന്ന സമ്മിന് 50% ഇൻട്രസ്റ്റ് കിട്ടി. അപ്പോൾ 10,000ന് 50% ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹാഫ് ആയിരിക്കും ഇൻട്രസ്റ്റ് കിട്ടുന്നത്. 10,000ന് ഹാഫായ 5,000 ഇരിക്കും എനിക്ക് എക്സ് ബാങ്കിൽ കിട്ടിയ ഇൻട്രസ്റ്റ്. ഇത് എക്സ് ബാങ്കിലും ഇത് വൈ ബാങ്കിലും കിട്ടി. അപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 19,400 rupees ആയിരിക്കും എനിക്ക് ബോത്ത് ബാങ്ക്സിൽ നിന്ന് കിട്ടിയ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് പി എന്ന് പറയുന്ന ഒരു എമൗണ്ട് 50% പെർ ആനം ഇൻട്രസ്റ്റിൽ എക്സ് ബാങ്കിൽ ഒരു വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. ദെൻ അവിടെ നിന്ന് ഇൻട്രസ്റ്റ് പ്ലസ് എമൗണ്ട് പ്രിൻസിപ്പിളോട് ചേർത്ത് നമ്മൾ വൈ ബാങ്കിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ അവിടെ എനിക്ക് 6% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. 2 വർഷം ചേർത്ത്, അതായത് 2 വർഷം കഴിഞ്ഞപ്പം എനിക്ക് ടോട്ടലി 14,400 rupees ഇൻട്രസ്റ്റ് കിട്ടി. ദെൻ ഫസ്റ്റ് ഇയറിൽ എനിക്ക് വൈ ബാങ്കിൽ കിട്ടിയ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 6,000 ആണ്. അങ്ങനെയാണെങ്കിൽ
ഈ 6000 ഇൻട്രസ്റ്റും കൂടെ ആഡ് ആയിരിക്കണമല്ലോ. 6000 ഇൻട്രസ്റ്റും ഈ 6000 കൂടെ ആഡ് ആയിരിക്കണം ഇവിടെ എനിക്ക് 14,400 കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് സെക്കൻഡ് ഇയറിൽ മാത്രം കിട്ടിയ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 14,400 മൈനസ് 6,000. അങ്ങനെയാണെങ്കിൽ എനിക്ക് എത്ര കിട്ടും? 8,400 കിട്ടും. ദെൻ അവിടെ ഒരു 6,000 എനിക്ക് അഗൈൻ റിപ്പീറ്റ് ആയി വരും അല്ലേ. അപ്പോൾ ആ 6,000 ഞാൻ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 2,400 ആയിരിക്കും എനിക്ക് ഈ 6,000 കിട്ടിയ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 6,000 6% പെർ ആനം ഇൻട്രസ്റ്റിൽ എനിക്ക് 2,400 കിട്ടണമെങ്കിൽ എൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 40% ആണ്. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 40% ആണ്. ഞാൻ Y ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത സം എന്ന് പറയുന്നത് 3p/2 ആണ്. അപ്പോൾ 3p/2 amount പ്രിൻസിപ്പിൾ 40% പെർ ആനം ഇൻട്രസ്റ്റിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് 6,000 റുപ്പീസ് 1 ഇയറിൽ കിട്ടണം. അങ്ങനെയാണെങ്കിൽ പി എന്ന് പറയുന്നത് എനിക്ക് 10,000 എന്ന് കിട്ടും. പി 10,000 ആണെങ്കിൽ ആദ്യത്തെ വർഷം എക്സ് ബാങ്കിൽ ഒരു വർഷത്തേക്ക് 50% ഇൻട്രസ്റ്റ്. അപ്പോൾ ഒരു വർഷം കൊണ്ട് എനിക്ക് ഇതിന്റെ ഹാഫ് എമൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ 10,000ന്റെ ഹാഫ് 5,000 ആണ് എനിക്ക് അവിടെ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടിയത്. Y ബാങ്കിൽ 2 വർഷം കൊണ്ട് കിട്ടിയ ഇൻട്രസ്റ്റ് ക്വസ്റ്റിനിൽ തന്നെ തന്നിട്ടുണ്ട് 14,400 എന്ന്. 2 ആഡ് ചെയ്തപ്പോൾ എനിക്ക് 19,400 ആണ് ആൻസർ കിട്ടിയത്. ഓക്കെ, 7th ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയേ. ഇവിടെ നമുക്ക് വാല്യൂസ് വേണമെങ്കിൽ എടുത്തെഴുതാം. പി എന്ന് പറയുന്നത് 10,000 ആണ്. ദെൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആർ എന്ന് പറയുന്നത് 40% ആണ്. ഇത് Y ബാങ്കിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ദെൻ Y ബാങ്കിൻ്റെ സം എന്ന് പറയുന്നത് 3p/2 ആണ്. അതായത് 15,000 ആണ്. ഇത് എക്സ് ബാങ്ക്. ഓക്കെ, if Sarthak invested rupees P for 3 years at R/2% rate per annum compound interest, then calculate interest received as per this scheme. അപ്പോൾ R/2% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലാണ് അയാൾ ഈ പി എന്ന് പറയുന്ന എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത് അല്ലേ. അപ്പോൾ പി എന്ന് പറയുമ്പോൾ നമുക്ക് വാല്യൂ 10,000 ആണ് നമുക്ക് പിക്ക് കിട്ടിയത്. ദെൻ 10,000 R/2% പെർ ആനം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. എത്ര വർഷത്തേക്കാ? 3 ഇയേഴ്സിലേക്ക്. അപ്പോൾ നമ്മൾ R/2 R എന്ന് പറയുമ്പോൾ നമുക്ക് 40% ആണ്. നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 1 + R എന്ന് പറയുമ്പോൾ 40% ഡിവൈഡഡ് ബൈ 100 ഹോൾ ക്യൂബ് എന്ന് എടുക്കും. ഇവിടെ എത്ര കിട്ടും വാല്യൂ? സീറോസ് ക്യാൻസലായി 2 5. അപ്പോൾ 7/5 ഹോൾ ക്യൂബ് ഇൻറ്റു 10,000. അങ്ങനെയാണെങ്കിൽ 125 എന്ന് പറയുന്നതാണ് 10,000. അങ്ങനെയാണെങ്കിൽ 7 × 7 × 7 എത്ര എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ 5 × 5 × 5 എന്ന് പറയുന്നതാണ് എനിക്ക് 10,000. അങ്ങനെയാണെങ്കിൽ 7 × 7 × 7 എത്ര എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. 5 ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ 2 ടൈംസ് വരും. ദെൻ അഗൈൻ 5 ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ 400 വരും. 5 ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ 80 വരും. 80 × 343. 7 ക്യൂബ് എന്ന് പറയുമ്പോൾ 343. 343 × 8 ചെയ്യണം. അപ്പോൾ 24 6 3 2 5 640. ഇതെൻ്റെ എമൗണ്ട് ആണ്. ഇതിൽ ഞാൻ 10,000 കുറയ്ക്കേണ്ടി വരും അല്ലേ. എന്താ ചോദിച്ചേക്കുന്നത്? കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ആസ് പെർ ദിസ് സ്കീം. ഇൻട്രസ്റ്റ് റിസീവ് ചെയ്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഇത്രയും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഇൻട്രസ്റ്റിന് എങ്ങനെ ചെയ്യാം? ഫോർമുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എമൗണ്ടിലോട്ട് പോകും. ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് 10,000 ആണ് എമൗണ്ട്. 3 ഇയേഴ്സിലേക്ക് അല്ലേ, 3 ഇയേഴ്സിലേക്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഒന്നുകിൽ ട്രീ മെത്തേഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്യാം. 1 × ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതായത് 3 ടൈംസ് എന്ന് പറയുമ്പോൾ 11ന്റെ ക്യൂബ് എടുക്കുക. 133 അല്ലേ, സോറി 1331. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 3 × ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക പ്ലസ് again ലാസ്റ്റ് 1 × ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇവിടെ 10,000 നമുക്ക് 40% R/2 അല്ലല്ലോ, R/2% ആണ്. R/2 എന്ന് പറയുമ്പോൾ 40/2. അങ്ങനെ ആകുമ്പോൾ 20% ആണ് വാല്യൂ കിട്ടുന്നത്. അപ്പോൾ 10,000 20%. ആദ്യത്തെ വർഷം പ്രിൻസിപ്പൽ എമൗണ്ട് അങ്ങനെ എഴുതുക. അടുത്ത ബ്രാക്കറ്റിൽ 10,000 ഈ വാല്യൂവിൻ്റെ 20%. ഈ വാല്യൂവിൻ്റെ 20% എടുക്കുമ്പോൾ 2,000 അല്ലേ. 1/5 ചെയ്യണം. അപ്പോൾ 2,000 കിട്ടുന്നത്. ദെൻ അടുത്ത വർഷം 2,000 20%. അപ്പോൾ 400 എന്ന് കിട്ടും. അതിൻ്റെ അടുത്ത വർഷം 400 20% 80 എന്ന് കിട്ടും.
ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് മാത്രമാണ്. അപ്പോൾ ഈ വാല്യൂ ആഡ് ചെയ്യേണ്ട, ബാക്കിയുള്ള വാല്യൂസ് അത്രയും ആഡ് ചെയ്യുക. അപ്പോൾ 3 ടൈംസ് ഓഫ് 2000 എന്ന് പറയുമ്പോൾ 6000 ആണ്, പ്ലസ് 3 ടൈംസ് ഓഫ് 400 എന്ന് പറയുമ്പോൾ 1200 ആണ്, പ്ലസ് 1 ടൈം ഓഫ് 80 എന്ന് പറയുമ്പോൾ 80 ആണ്. ഇപ്പോൾ ഇത് എത്ര കിട്ടി? 7280 എന്ന് കിട്ടി. അപ്പോൾ ഓപ്ഷൻ ഇ ആണ് ആൻസർ. ഓക്കെ അല്ലേ? ഇത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ മെത്തേഡാണ്. അതായത് 2 ഇയേഴ്സ് എന്ന് തന്നാൽ 1 2 1 എന്ന് പറഞ്ഞ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതേ ഇത് 3 ഇയർ എന്ന് തന്നാൽ 1 3 3 1 എന്ന് പറഞ്ഞ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. പൈത്തഗോറസ് തിയറം മെത്തേഡ് പോലെ തന്നെയാണ്, പാസ്കൽസ് ട്രയാങ്കിൾ മെത്തേഡ് പോലെയാണ്. അതായത് 1 3 3 1 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഫസ്റ്റിൽ എപ്പോഴും പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണോ തന്നിട്ടുള്ളത് അതിട്ടു. ദെൻ സെക്കൻഡ് ബ്രാക്കറ്റിൻ്റെ അകത്ത് ഇതിൻ്റെ ഇൻട്രസ്റ്റ്, ഇതിൻ്റെ 20%, ദെൻ അതിൻ്റെ അടുത്ത ബ്രാക്കറ്റിൽ ഇതിൻ്റെ 20%, അതിൻ്റെ അടുത്ത ബ്രാക്കറ്റിൽ അതിൻ്റെ 20%. പാസ്കൽസ് ട്രയാങ്കിൾ മെത്തേഡാണ്. അപ്പോൾ ഓക്കെ അല്ലേ? ഇവിടെ 7280 ആണ് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നത്. ഓക്കെ, 9th ക്വസ്റ്റ്യൻ ചെയ്തേ. ഫൈൻഡ് ദ ഡിഫറൻസ് in interest received when rupees P invested for 2 years at R% rate per annum, simple interest and at a compound interest. R% rate of interestൽ 2 വർഷം ഇൻവെസ്റ്റ് ചെയ്യുകയാണ് റുപ്പീസ് പിനെ. അങ്ങനെയാണെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റിനെയും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെയും ഡിഫറൻസ് നമുക്ക് എസ് ഐയുടെയും സി ഐയുടെയും ഡിഫറൻസിൻ്റെ ഫോർമുല അറിയാം. എസ് ഐ മൈനസ് സി ഐ ഇസ് ഈക്വൽ ടു പി ഇൻറ്റു 2 ഇയേഴ്സിനെന്നാകുമ്പം R/100 ദ ഹോൾ സ്ക്വയർ എന്ന് എടുക്കും. ഇവിടെ പി എന്ന് പറയുന്നത് നമുക്കറിയാം 10,000 ആണ്. ദെൻ ആർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 40% ആണ്. 40/100 ഹോൾ സ്ക്വയർ എന്ന് എടുക്കണം. ഇവിടെ സീറോസ് ക്യാൻസലായി, 2 5 ക്യാൻസലായി. അപ്പോൾ 10,000 ഇൻറ്റു 4/25 25 ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഇവിടെ 400 എന്ന് കിട്ടും. 400 ഇൻറ്റു 4 ചെയ്യുമ്പോൾ 1600 എന്ന് കിട്ടും. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ അല്ലേ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തേ. ഫൈൻഡ് ദ റെസ്പെക്റ്റീവ് റേഷ്യോ ഓഫ് ദ rate at which Sarthak invested his money at simple interest to that of compound interest. വേറൊന്നുമില്ല, സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെയും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെയും ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ റേഷ്യോസാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ്, അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയായിരുന്നു? 50% കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തപ്പം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയായിരുന്നു? 40% അപ്പോൾ അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 5:4 ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പോൾ ഓക്കെ അല്ലേ? അപ്പോൾ ഇതായിരുന്നു നമ്മളെ സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു യൂസ്ഫുൾ ആയ സെക്ഷൻ ആണെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല വാല്യൂ ഉള്ള ഒരു ക്വസ്റ്റ്യൻസ് ആയിരുന്നു രണ്ടും. DI സെറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ SI കമ്പൈൻഡ് ചെയ്തിട്ടുള്ള ഒരു കേസ് സ്റ്റഡി പോലത്തെ ഒരു സെറ്റ് ആണെങ്കിലും. അപ്പോൾ എക്സാക്ട് PO ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു രണ്ടും തന്നെ. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പുകളിലോട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് നോക്കണം. ദെൻ മോക്ക് ടെസ്റ്റുകൾ അടിക്കണം. ഉറപ്പായിട്ടും എക്സാംസ് വരുന്നുണ്ട്. IBPS POയുടെ റിസൾട്ട് വന്നു, ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ടാവും. ദെൻ അടുത്തതായിട്ട് PO ക്ലർക്കിൻ്റെ എക്സാം വരുന്നുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ നമുക്ക് ഉടനെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഉറപ്പായിട്ടും പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.